ക്വിക്ക് റിവ്യൂ ഓഫ് സം റാൻഡം പ്രോഡക്ട്സ് ഐ ഹാവ് ബീൻ യൂസിംഗ് റീസെന്റ്. ആദ്യത്തെ ഗാർണിയറിന്റെ ഒരു മൈസലാർ വാട്ടർ ആണ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. ഇതിപ്പോൾ എന്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. എന്റെ ഫേസിൽ ഓൾറെഡി അത്യാവശ്യം നല്ലപോലെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഈവൻ തോ ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും വെയർ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. അടുത്തത് ദ വൈറൽ കൊറിയൻ സൺസ്ക്രീൻ ഫ്രം മാമ മിയാക്ക്. ഇതിന്റെ റിവ്യൂ ചോദിച്ചു വന്ന മെസ്സേജിനും കമന്റ്സിനുണ്ടല്ലോ കയ്യും കണക്കില്ല. സോ എന്റെ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് പഴയ ബോട്ടിൽ, ഇത് പുതിയ ബോട്ടിൽ. ഈ പുതിയതിനുണ്ടല്ലോ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഒരു എന്താ ആ ഫേസ് വാഷിന്റെ ഒക്കെ പോലെ തന്നെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇതിന് ഈ പഴയ വേരിയന്റിന് നമ്മൾ ഈ സ്കിന്നിൽ അലർജി ഒക്കെ വരുമ്പോൾ ഇടുന്ന ഒരു പൗഡർ ഇല്ലേ, കാൻഡിഡ്, അതിന്റെ എക്സാക്ട് സ്മെല്ലാണ്. രണ്ടും ഞാൻ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതിപ്പോൾ ജസ്റ്റ് റീബ്രാൻഡ് ചെയ്ത് പുതിയ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയാനാണെങ്കിൽ ജെന്യുവൻലി സ്പീക്കിംഗ് ആസ് എ സൺസ്ക്രീൻ ഇറ്റ്സ് ഗുഡ്. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഐ മീൻ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയണം നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് സെറ്റിൽ ആവാൻ. ആൻഡ് ദിസ് ഇസ് നോട്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അതിപ്പോൾ ഒരു പ്രോഡക്റ്റും ഇസ് നോട്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നിലേക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് കുറച്ചിങ്ങനെ ആഷി ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ബ്രൈറ്റനിങ്, ടാൻ റിമൂവൽ, ഗ്ലോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. അതൊക്കെ ചുമ്മാ മാർക്കറ്റിംഗ് ഗിമിക്കാണ്, അത് എല്ലാവർക്കും മനസ്സിലാവും. ഐ മീൻ എനിക്കിതിപ്പോൾ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നുമില്ല. ഒത്തിരി ഹെവി അല്ല. ആസ് എ സൺസ്ക്രീൻ ഇറ്റ്സ് ഗുഡ്, ജസ്റ്റ് എ സൺസ്ക്രീൻ. അടുത്തത് മാൾസിന്റെ ഈ ഒരു കളർ ചേഞ്ചിങ് ലിപ്പ് ഓയിൽ. ഈ ഇടയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒന്നെങ്കിൽ ലിപ് ടിന്റ് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ്. ഇപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന കുറവാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ്. ഇറ്റ് ഹാസ് ദിസ് സട്ടിൽ പിങ്ക് ടിന്റ് ആൻഡ് ഇറ്റ് സ്മെൽസ് ലൈക്ക് ക്യാൻഡി. ലുക്ക് അറ്റ് ദാറ്റ്. അടുത്ത സെറ്റഫിലിന്റെ ഒരു DAM മോയ്സ്ചറൈസർ. എനിക്കിപ്പോൾ മറ്റന്നാളിൻ്റെ സ്കിൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്നോട് ഒരു 3 ദിവസം മുമ്പെങ്കിലും ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കറന്റ് ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ മോയ്സ്ചറൈസർ ആയിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇവൻ തോ എനിക്ക് ഇതിന്റെ സ്മെൽ അത്ര ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ അങ്ങനെ ഇറിറ്റേറ്റ് ആവുന്നില്ല. സോ കറന്റ് ഐ എം യൂസിങ് ദിസ് വൺ. ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്ക്രീനിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവാത്തതാണ്. ആക്ച്വലി മൈ സ്കിൻ ബാരിയർ ഇസ് കംപ്ലീറ്റ്ലി ഡാമേജ്. എൻ്റെ തന്നെ കയ്യിലിരിപ്പിന്റെ ആണ്. ലൈഫ് സ്റ്റൈൽ, ജങ്ക് ഫുഡ്, റൂട്ടീൻസ് ഒന്നും കറക്റ്റ് അല്ല. രാത്രി ഉറക്കല്ല, പോരാത്തിന് എനിക്ക് ഹീറ്റ് അലർജിയും വന്നു. എനിവേസ് അടുത്തത് ഈ ഒട്ടിച്ചേക്കുന്ന പൂക്കി പിമ്പിൾ പാച്ച്. ഇത് ഗഷ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഒറ്റ രാത്രി കൊണ്ടൊന്നും പിമ്പിൾ മാഞ്ഞു പോവില്ല. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പിമ്പിൾ അല്ലെങ്കിൽ ആക്നെ ഇൻഫെക്റ്റഡ് ആവുന്നില്ല. ഇതിപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഞാൻ വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സ്വെല്ലിങ് കുറവുണ്ട്. ഒരു 2-3 ദിവസം കൊണ്ട് ഡ്രൈ ആവുന്നുണ്ട്. പിന്നെ അങ്ങനെ പാടൊന്നും വരുന്നില്ല. അതാ ഇത് ഇന്നലെ വന്നതാണ്. ഇതിന്റെ ചുറ്റും നല്ല സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ പാട് മാത്രമേ ഉള്ളൂ. ഇതിൽ നൈക്കയുടെ ഒരു സ്പോട്ട് പാച്ച് ഉണ്ട്. ഇതിപ്പോൾ രണ്ടും വലിയ കുഴപ്പമില്ല. നമുക്ക് സാധാരണ പിമ്പിൾ അല്ലെങ്കിൽ ആക്നെ വരുമ്പോൾ അധികം എക്സ്പോഷർ അതിന് കൊടുക്കാതെ, ഡസ്റ്റ് ആൻഡ് ഹീറ്റ് എക്സ്പോഷർ കൊടുക്കാതെ ഇതുപോലെ ഒരു പാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ 2-3 ദിവസം കൊണ്ട് അങ്ങ് കരിഞ്ഞു വെക്കുള്ളൂ. സോ യൂസിങ് എ പാച്ച് ഓൺ യുവർ ആക്നെ ഓർ പിമ്പിൾ ഇസ് ആക്ച്വലി ഗുഡ്. ഇനി ഈ മാൾസിന്റെ ഒരു ഡബിൾ ട്രബിൾ മസ്കാര കുറെ പേരുടെ ഫേവറേറ്റ് മസ്കാരയാണ്. എനിക്കും യൂസ് ചെയ്തിട്ട് പേഴ്സണലി നല്ല ഇഷ്ടമായി. ഇതിന് ഇങ്ങനെ രണ്ട് വോൺസ് ഉണ്ട്. 1 ഫോർ വോളിയം ആൻഡ് 1 ഫോർ ലെങ്ത്. അഫോർഡബിൾ ആണ് ആൻഡ് ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. റിമൂവ് ചെയ്യാനും അത്യാവശ്യം നല്ല എളുപ്പമാണ്. സോ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എ പാർട്ട് 2. പ്രൊഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം.